ഭാര്യയെ പിന്തുണയ്ക്കുകയും അവളുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന പങ്കാളികളെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ കൂടുതലായും വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. പ്രായം, നിറം, രൂപം, സാമ്പത്തിക സ്ഥിതി, കുടുംബം എന്നിവയെല്ലാം അതിനാൽ തന്നെ സെക്കൻഡറിയായി മാറിക്കഴിഞ്ഞു. ജെൻ ഇസഡ് വിവാഹത്തിൽ ഉൾപ്പെടെയുള്ള തലമുറകളുടെ യുവതീ യുവാക്കൾക്കിടയിൽ രണ്ട് വാക്കുകളാണ് റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും. തൻ്റെ ജീവിത പങ്കാളിയെ താൻ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിയോ മികച്ച സ്വഭാവ ഗുണമുള്ള ഒരാളാണെങ്കിൽ അയാളെ ഗ്രീൻ ഫ്ലാഗ് വിവാഹത്തിലും, മറിച്ചാണെങ്കിൽ റെഡ് ഫ്ലാഗ് വിവാഹത്തിൽ ഉൾപ്പെടുത്തും. അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഗ്രീൻ ഫ്ലാഗ് വിവാഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ദിയ കൃഷിയുടെ പങ്കാളിയായ അശ്വിൻ ഗണേഷ്. ഇരുവരും വിവാഹിതരായിട്ട് 1.5 വർഷം തികയാൻ പോവുകയാണ്. പ്രണയവിവാഹമായിരുന്നു. താൻ ഏറ്റവും സുരക്ഷിതയും സന്തോഷവതിയും ഇരിക്കുന്നത് അശ്വിനൊപ്പമായിരിക്കുമ്പോഴാണെന്നും അതിനാലാണ് അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിച്ചതെന്നും ദിയ തന്നെ പറയാറുള്ളത്. ഐ.ടി മേഖലയിൽ അശ്വിൻ ജോലി ചെയ്തത്. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ജോലി സമയത്തും അല്പം സമയം കണ്ടെത്തി ബിസിനസ്സിൽ ദിയയെ സഹായിക്കാനും അശ്വിൻ ഓമയ്ക്കും പരിപാലിക്കാനുമെല്ലാം അശ്വിൻ ശ്രമിക്കാറുണ്ട്. പഠിച്ച് സമ്പാദിച്ച് ജോലിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അശ്വിൻ. ട്രിപ്പ് പോയാൽ പോലും ഒപ്പം ലാപ്ടോപ്പ് കൊണ്ടാകും. എന്നാൽ അടുത്തിടെ ദിയ പങ്കുവച്ച വ്ളോഗുകളിലൊന്നും അശ്വിൻ ലാപ്ടോപ്പ് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇരുവരും സംസാരിച്ചതുമില്ല. അതിനാൽ തന്നെ അശ്വിൻ ജോലി ഉപേക്ഷിച്ചോ എന്ന ചോദ്യം ദിയ കൃഷ്ണന്റെ പ്രേക്ഷകരിൽ നിന്ന് ഉയരുകയാണ്. അശ്വിൻ ജോലി ഉപേക്ഷിച്ചു എന്നാണ് റെഡിറ്റിലെ ഉപഭോക്താക്കൾ ചർച്ച ചെയ്യാൻ പ്രധാന കാരണം. ഇൻസ്റ്റാഗ്രാം ബയോയിൽ നിന്ന് ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര് അശ്വിൻ നീക്കം ചെയ്തത് എന്നതാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയ ആക്റ്റീവായാലും ബ്രാൻഡ് പ്രോഡക്റ്റുകൾ പ്രൊമോഷൻ ഒറ്റയ്ക്ക് ചെയ്യാനും തുടങ്ങി. പുതിയ പ്രോജക്റ്റുകൾ ഒന്നും ലഭിച്ചു കാണുകയില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പൂർത്തിയിട്ടുണ്ടാകും. ഓഫീസിൽ പോകാത്ത വ്യക്തിക്ക് പ്രോജക്റ്റ് കോൾ വരില്ലല്ലോ എന്നാണ് യൂസർ കുറിക്കുന്നത്. അശ്വിൻ സെൽഫ് റെസ്പെക്റ്റ് കുറവാണെന്നും ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ബഹുമാനിക്കുന്നെന്ന ചിന്ത ദിയയ്ക്ക് ഇല്ലെന്നും മറ്റൊരു യൂസറും കുറിച്ചു. പലതവണ അപമാനിക്കപ്പെട്ടിട്ടും ഒരു നുള്ള ആത്മാഭിമാനം പോലും ഇല്ലാതെയാണ് അശ്വിൻ ഇപ്പോഴും പെരുമാറുന്നത്. നല്ല ജോലി ഉണ്ടായിട്ടും എന്തുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് കാണിക്കുന്നില്ലെന്ന് മനസ്സിലാകുന്നില്ല. ദിയയെ കാണുമ്പോൾ പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും റെഡ് ഫ്ലാഗ് ഉണ്ടെന്ന് മനസ്സിലാകുന്നു.